ദൈവനാമത്തിന് വീണ്ടും മഹത്വം. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ ഈ മീറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. കഴിഞ്ഞ മീറ്റിങ്ങിൽ എനിക്ക് കയറാൻ സാധിച്ചില്ല. അതിന് ക്ഷമ ചോദിക്കുകയാണ്. കാരണം എൻ്റെ ഡ്യൂട്ടി സമയം ഇവിടെ ചേഞ്ച് ചെയ്തു. മൊത്തത്തിലാണ് ചേഞ്ച് ചെയ്തത്. രാജ്യത്തിൻ്റെ സമയം തന്നെ മാറ്റിയപ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടിയും കുറച്ച് ചേഞ്ച് ആയപ്പോൾ എനിക്ക് ആ മീറ്റിങ്ങിലൊന്നും കയറാൻ പറ്റില്ല. കുറേ പേർ എന്നെ വിളിച്ചു. ഇനി ഫോൺ എടുക്കാൻ പറ്റാത്തതിനെ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ പറ്റാതിരുന്നത്. ആദ്യമായി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഡിബേറ്റ് രീതിയിലാണ് തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് കുറച്ച് കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാനിടയിൽ കുറേ വായിച്ചു. 90% കമൻറ്റും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. നമുക്കൊരു എങ്ങനെ ഇത് ചേഞ്ച് ചെയ്യാം, എങ്ങനെ മാറ്റാം, താങ്കളുടെ അനുഭവം പങ്കുവയ്ക്കാൻ പറഞ്ഞു. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ചില കമൻറ്റുകൾ ഞാൻ വായിച്ചു, അങ്ങനെ പോകുന്നവരുണ്ട്. അങ്ങനെ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ക്രിസ്തീയ പാതയിലാണെങ്കിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾ ആ പാതയിലെത്താൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ പ്രയത്നമാണിത്. അവരോടും നന്ദി പറയുകയാണ്. കമൻറ്റുകൾ ഞാൻ കുറേ വായിച്ചു. ആരും അങ്ങനെ ഒരു ബാഡ് കമൻറ്റുകളൊന്നും ഇട്ടില്ല. നല്ല ഇതാണ്. എല്ലാവരും സ്നേഹത്തോടെ തന്നെ സംസാരിച്ചു. അതിൽ എല്ലാവരോടും നന്ദിയുണ്ട്. പിന്നെ നമ്മൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്കത് വിമർശിക്കാം. അത് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു. പിന്നെ ഈയൊരു ഇതിലേക്ക് വരിക എന്നുള്ളത് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പഴയ ആദ്യ അനുഭവത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എനിക്കറിയാം ഞാൻ തെറ്റിപ്പോയി, ഞാൻ ഏത് ഭാഗത്താണ് തെറ്റിയത് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഏത് രീതിയിലാണ് എൻ്റെ ഇതിങ്ങനെ പയ്യെ മാറി. പക്ഷേ അതിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതിനോടനുബന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ആരുടെയും വാക്കുകൾ കടമെടുത്തു അല്ലെങ്കിൽ ആരുടെയും ജീവിത അനുഭവം കടമെടുത്തു ഒന്നും പറയുന്നില്ല. ഞാൻ എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ. അതായത് ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം ഉണ്ടായ കുറേ കാര്യങ്ങളെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒക്കെ മാത്രമേ ഞാൻ ഇതിനകത്ത് പ്രതിപാദിക്കുന്നുള്ളൂ. അല്ലാതെ ഞാൻ വേറൊരു ആക്കടെ അങ്ങനെ ഒരു കഥ എടുത്ത് പ്രസംഗിക്കാനൊന്നും എനിക്ക് അതിന് അറിയില്ല. ഞാൻ എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് ഇപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. എവിടെയാണ് പരാജയപ്പെട്ടത് അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് തെറ്റിയേ, അതിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. വീണ്ടും ദൈവത്തോട് ചേർന്ന് മരണം വരെ പോകുക എന്നുള്ളത്, അതിലേക്ക് വരിക എന്നുള്ളതാണ് എൻ്റെ ആധികാരികമായ ലക്ഷ്യം. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് കടന്നു വരാം. സമയക്കുറവുണ്ട്. കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞതിന് എല്ലാവരും യോജിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ യോജിച്ചു എന്ന് ഉള്ളതിലേക്കാൾ കൂടുതൽ എനിക്ക് വളരെ സങ്കടം തോന്നിയത്, നമ്മളെല്ലാവരും ഇങ്ങനെയാണല്ലോ എന്നോർത്തിട്ട് എനിക്കൊരു സങ്കടമുണ്ട്. കാരണം നമുക്കൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇതിനകത്ത്. അതായത് വീണ്ടും ആദ്യ അനുഭവത്തിലേക്ക് തിരിച്ചു പോകുക, തിരിച്ചു വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയാം, നമ്മൾ തെറ്റുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. അതായത് എങ്ങനെ അപ്പോൾ അതിനകത്തൊരു കമൻറ്റ് ഞാൻ വായിച്ചതാണ്. താങ്കൾ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി? അല്ലെങ്കിൽ അതൊരു നല്ല ചോദ്യമാണ്. എനിക്ക് ആദ്യം ഈ തെറ്റുകൾ എന്താണെന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ആ ഒരു സമയമില്ല. നമ്മുടെ ഈ എന്താ പറയുക, ജീവിതയാത്രയിൽ അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനകത്തായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമൊന്നുമില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പല പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ നമ്മൾ പ്രാർത്ഥന കൂടുന്നതും അല്ലെങ്കിൽ കരച്ചിൽ കൂടുന്നതും ഇതിനെക്കുറിച്ച് ഇതെന്താ പറ്റിയെന്ന് നമുക്ക് ചിന്തിക്കാനുള്ള അവസരം കിട്ടണേ. അതുവരെ നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളോ രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പോവും. ഈ തെറ്റ് നമ്മളെന്താണ്, ശരിയാണോ തെറ്റാണോ നമുക്ക് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് എന്നാന്ന് വെച്ചാൽ, നാം ശരിക്കും പറഞ്ഞാൽ ഏത് സ്റ്റേജിലാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് നമ്മളിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് ആ തെറ്റിൽ നിന്ന് മാറാൻ പെട്ടെന്ന് പറ്റും. അതായത് തിരിച്ചറിയാൻ നമുക്ക് പറ്റും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടായി, എങ്ങനെ മാറണം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ സ്റ്റേജ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവണം, നമ്മൾ എന്തോരം മാറിപ്പോയി എന്നുള്ളത്. അതിലൊരു ഉദാഹരണം സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ 2000-ലാണ് സ്നാനപ്പെട്ടത്. അപ്പോൾ ഈ 2000-ൽ സ്നാനപ്പെട്ട സമയത്ത് ഏത് സമയത്തും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ഞാൻ 1 മിനിറ്റ്
പ്രാർത്ഥിക്കുകയായിരുന്നു. 1 മിനിറ്റ് കൂടുതൽ പ്രാർത്ഥിക്കുകയായിരുന്നു ഭക്ഷണം കഴിക്കാൻ. ഏത് ഭക്ഷണം വെച്ചാൽ വെള്ളം കുടിച്ചാൽ പോലും 1 മിനിറ്റ് കൂടുതൽ പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ജോലി ചെയ്ത ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ആണ്. ഇപ്പോഴും ഞാൻ ഡ്രൈവിങ്ങിലാണ് ജോലി ചെയ്യുന്നത്. ഈ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഞാൻ രാവിലെ ആയെങ്കിലും ഏത് സമയത്തായാലും വന്നിരുന്നത് ഈ 1 മിനിറ്റിൽ കൂടുതൽ അവിടെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, നീയാണ് നിയന്ത്രിക്കുന്നത് പറഞ്ഞ് ഇതിനെക്കുറിച്ച് ഒരുപാട് പ്രാർത്ഥിക്കായിരുന്നു. പിന്നെ നമ്മുടെ ശമ്പളം കിട്ടുന്ന രീതിയിൽ ദശാംശം കൊടുക്കൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ, അതായത് കറക്റ്റായിട്ട് ദശാംശം അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇടക്കാലം കണ്ട് ഈ പ്രാർത്ഥനകളെല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന രീതി ഒക്കെ ഈ 1 മിനിറ്റ് എന്നുള്ളത് അത് 30 സെക്കൻഡായി, അല്ലെങ്കിൽ 10 മിനിറ്റായി, അല്ലെങ്കിൽ 10 സെക്കൻഡായി, 5 സെക്കൻഡായി. ഇത് ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ അത് സിമ്പിളായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നമ്മൾ മാറണത് എങ്ങനെയാണെന്ന് നമുക്കത് അറിയാൻ പറ്റുന്നില്ല ചില കാര്യങ്ങൾ. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളിൽ മാറി നമ്മൾ ഒരു വലിയ കാര്യത്തിലേക്ക് എത്തുമ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ചെറിയ കാര്യം തൊട്ട് നമ്മളിപ്പോൾ ഏത് സ്റ്റേജിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ പിന്നീടായി മാസങ്ങളായി വർഷങ്ങളെടുത്തപ്പോൾ ഇതിനോടൊക്കെ നമ്മൾ വിട പറഞ്ഞു സത്യത്തിൽ. അതായത് പിന്നെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥനയോ അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ രാവിലെ എണീച്ച് 5 മണിക്ക് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാൻ 5 മണിക്ക് അലാറം വെച്ച് എണീച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവക്കാരായിരുന്നു. പിന്നീട് അത് 5 മണി എന്നുള്ളത് 5:30 6 6:30 7 മണിക്ക് 8 മണിക്കും പ്രാർത്ഥിക്കാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്തോറും നമ്മുടെ നമ്മുടെ ഈ ദൈവത്തിൽ നിന്ന് അകലുകയാണെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ദൈവത്തിൽ നിന്ന് നമ്മൾ എല്ലാ കാര്യത്തിലും ദൈവത്തെ മുൻനിർത്തിയ ആൾക്കാർ, എന്നെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ദൈവത്തെ മുൻനിർത്തി അത്ര ദൈവത്തെ സ്നേഹിച്ച് നിന്നയാൾ പയ്യെ ഇത് എവിടെയാണ് ഇങ്ങനെ മാറി ഒരുപാടങ്ങ് മാറിപ്പോയി. ഈ ക്യാൻസർ എന്നുള്ളൊരു രോഗം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഞാൻ ഇത് വലിയ വൈദ്യശാസ്ത്രം പഠിച്ച ആളല്ല, പക്ഷേ എൻ്റെ ഭാര്യയിൽ നിന്നുള്ള കിട്ടിയ അറിവൊക്കെ വെച്ച് ഒരു നേഴ്സാണ്, ജോലി ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്നൊരു അറിവ് അനുസരിച്ച് ഈ 4 സ്റ്റേജ് ഉണ്ട് ക്യാൻസറിന്. ശരിക്കും പറഞ്ഞാൽ ആദ്യ സ്റ്റേജിൽ അത് കണ്ടുപിടിച്ചാൽ ശരിക്കും ഒരു പക്ഷേ നമുക്കത് മരുന്ന് കൊണ്ട് നമുക്കത് മാറാനുള്ളൊരവസരമുണ്ട്. 2ാമത്തെ സ്റ്റേജിലാണ് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഡോക്ടേഴ്സ് പറയും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, മരുന്ന് കൊണ്ട് നമുക്ക് മാറുമോ, അത് നിങ്ങൾ പേടിക്കണ്ട എന്നൊക്കെ പറയും. 3ാമത്തെ സ്റ്റേജിലാണെങ്കിൽ മരുന്ന് കൊണ്ട് മാറുക എന്നുള്ളത് കുറച്ച് നാൾ മരുന്ന് കഴിക്കും, പിന്നെ അത് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. 4ാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഡോക്ടേഴ്സ് പറയും ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ഇത് 4ാമത്തെ സ്റ്റേജായി, നമുക്കിത് നോക്കാം, ഇനി അടുത്തത് മരണമാണെന്നുള്ളൊരു രീതിയിലാണ് അവരുടെ സംസാരം തന്നെ. അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് സ്റ്റേജിലാണ്, നമ്മുടെ പാപത്തിൻ്റെ ചെറിയ സ്റ്റേജിലാണോ, അല്ലെങ്കിൽ 2ാമത്തെ സ്റ്റേജിലാണോ, അല്ലെങ്കിൽ 3ാമത്തെ സ്റ്റേജിലാണോ, അല്ലെങ്കിൽ ഇതിൽ നിന്നങ്ങ് വിട്ട് പോയി ഇപ്പോൾ ഈ വെളുപ്പിനെണീച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ ചിലരുടെ ജീവിതത്തിൽ ഒരു സിമ്പിളായ കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇതിൽ നിന്നൊക്കെയാണ് ഈ തുടക്കം തന്നെ. നമ്മൾ തുടങ്ങുന്നത് ഈ ചെറിയ കാര്യത്തിലാണ്, പക്ഷെ അവസാനിക്കുന്നത് വലിയൊരു കാര്യത്തിലായിരിക്കും. എനിക്കത് തീർച്ചയായും ബോധ്യമുണ്ട്. ഞാൻ വലിയ കാര്യത്തിലാണ് അവസാനിച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ തിരിച്ചുവരവെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ലോങ് ടൈം, ശരിക്കും പറഞ്ഞാൽ അതിന് ഒരു ലോങ് ടൈം വേണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ആദ്യ അനുഭവത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് വലിയൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയ രണ്ട് കാര്യത്തിലാണ്. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഏത് കാര്യത്തിലാണ് എന്ന് നമ്മളിങ്ങനെ കുറേ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടത് ശരിക്കും ഈ ഒരു മൗനമായി ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മൗനം എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഈ മൗനമില്ലായ്മ കൊണ്ട് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ വീട് ജംഗ്ഷനിലായതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ ഞാൻ ഇടപെടുമായിരുന്നു. അതായത് കുറേ നേരം ഒച്ച കേൾക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ മതപരമായിട്ടും ഒക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ലാസ്റ്റ് അത് അടിയിൽ ചെന്ന് അവസാനിക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളറെ പിടിക്കുന്നതും അല്ലെങ്കിൽ കഴുത്തെ പിടിക്കുന്ന രീതിയിൽ വരെ അത് അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട്, ഒരു കാര്യമില്ല, അതുകൊണ്ട് ഞാൻ ഒരുപാട് പേരായിട്ട് വഴക്കിടേണ്ടി വന്നിട്ടുണ്ട്, അവരായിട്ട് മാനസികമായിട്ട് അകലേണ്ടി വന്നിട്ടുണ്ട്.
ഇതൊക്കെ ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങളായിട്ട് പറയണത്. അതിന് പെടുന്നതിന് മുമ്പല്ല, സ്നാനപ്പെട്ടതിന് ശേഷം ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ മൗനം ഒരു വലിയ ഘടകമാണ് ഇതിനകത്ത്. എൻ്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ച ഒരു മേഖലയാണ് മൗനം. അത് രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ തൃപ്തിയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു തൃപ്തി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇല്ല ശരിക്കും. നമ്മളിപ്പോൾ എങ്ങനെ അതിനെ പോളിഷ് ചെയ്താലും ആ ഒരു കാര്യത്തിൽ തൃപ്തിയില്ലായ്മ എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് ഞാൻ പല കുഴിയിലും ചെന്ന് ചാടിയിട്ടുണ്ട്. ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഈ മൗനം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. എൻ്റെ സഭയിൽ 2 വ്യക്തികളുണ്ട്. ഞാൻ എൻ്റെ മകനോടും എൻ്റെ ഭാര്യയോടും എൻ്റെ അമ്മയോടൊക്കെ പറയാറുണ്ട്, നീ അവരെയൊക്കെ ഒന്ന് കാണ്. നമ്മളെല്ലാവരും പറയും ക്രിസ്തുവിനെ കണ്ട് മാത്രം ജീവിക്കണം, ക്രിസ്തുവിലേക്ക് മാത്രം നോക്കണം. പക്ഷേ അതൊക്കെ പറയുമെങ്കിലും നമ്മൾ പലരെയും അവരുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ പോലെ ആകുമോ, അതൊന്നും വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ നല്ല പ്രവൃത്തിയെ നമ്മൾ എടുത്തു കാണിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ സഭയിൽ ഒരു പ്രായമായ ഒരാളുണ്ട്. പുള്ളി ഗവൺമെൻറ് സർവീസിൽ ഇപ്പോൾ വിശ്രമ ജീവിതം ആയിരുന്നു. പിന്നെ ഒരു പ്രായം കുറഞ്ഞ ആൾ, എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരു 28-30 വയസ്സായ പേര് ഞാൻ പരാമർശിക്കുന്നില്ല. അവർ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു ഞാൻ കേട്ടിട്ടില്ല. ഒരാളതിൽ ഇപ്പോൾ CA പാസ്സായി. ദൈവം അവരെ മാനിച്ചു. മറ്റേ ആൾ പ്രായമായി എന്ന് പറഞ്ഞ അപ്പച്ചൻ ശരിക്കും പറഞ്ഞ് അവരെയും അവരുടെ കുടുംബത്തെയൊക്കെ ദൈവം മാനിച്ചു. കാരണം അവരുടെ ഒരു പ്രശ്നം, ഞാൻ ഇതേവരെ വർഷങ്ങളായി അവരെ അറിയുന്നതാണ്, ചെറുപ്പം മുതലേ അവരെ അറിയുന്നതാണ്. പക്ഷേ അവർ 2 പേരും ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഒന്നും ഒച്ചയ്ക്ക് സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടില്ല. അതായത് ആരോടും അങ്ങനെ ഒച്ചയ്ക്കോ അല്ലെങ്കിൽ ആ മൗനം അവരെ വളരെ ഞാൻ എടുത്തു പറയുന്ന ഒരു രീതിയിൽ അവർ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു ശരിക്കും പറഞ്ഞാൽ. പല സന്ദർഭങ്ങളും നാം സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ അതൊന്നും അവർ ചെയ്യാതെ അതിൽ നിന്നൊക്കെ മാറി അവരുടെ മുഖം തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഒരു ദൈവിക സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. ആ മകനെ ആയാലും അല്ലെങ്കിൽ ആ അപ്പച്ചനെ ആയാലും ദൈവം നമുക്ക് നോക്കി കാണാൻ പറ്റും. അവരെ അനുഗ്രഹിക്കുന്ന ആ ഒരു കാര്യം. അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ മകനോടൊക്കെ പറയാറുണ്ട്, നീ ആ ചേട്ടായിനെ കണ്ട് പഠിക്കുക. എൻ്റെ മകനൊക്കെ എൻ്റെ ചർച്ചിൽ തൊട്ടടുത്ത്, അതായത് 2 മിനിറ്റ് വേണ്ട എൻ്റെ വീട്ടിൽ നിന്ന് ചർച്ചിലേക്ക് ചെല്ലാനായിട്ട്. പുള്ളിയോട് ഞാൻ എന്തും പറയണം, നീ 6 മണിക്ക് ചർച്ചിൽ പ്രാർത്ഥനയുണ്ട്, ഒരു മണിക്കൂർ. എന്നും ഞാൻ അവനോട് പറയും, നീ ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകും, അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ പോകും. പുള്ളി എനിക്കിപ്പോൾ 7 മണി, അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവസ്നേഹം ഇതിലാവാതെ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളിൽ മാറ്റാതെ, ദൈവസ്നേഹം ഇതെല്ലാം ദൈവമാണ് തന്നെ എന്നുള്ള ചിന്ത ബോധ്യം വരാതെ നമ്മളിതിനകത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങനെ ആവില്ല, നമ്മളെത്ര നിർബന്ധിച്ചാലും. അപ്പോൾ ആ മകനെ ഞാൻ ഒരു മീറ്റിംഗ് മുടക്കി, 2 പേരും അത് ഒരു മീറ്റിംഗ് മുടക്കാറില്ല. എത്ര മഴയായാലും വെയിലായാലും 6 മണിക്ക് എന്നുള്ളത് അവർ ആ മീറ്റിങ്ങിന് വരും. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ദൈവം അവരെ അതുകൊണ്ട് മാനിച്ചു. ദൈവസ്നേഹം ദൈവം അവരെ ലോകത്തിന് മുമ്പിൽ മാനിച്ചു, സഭയുടെ മുമ്പിൽ മാനിച്ചു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കിക്കാണുന്ന, അതൊന്നും നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഒരു തെറ്റാവും. അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്താൻ ഞാൻ വേണ്ടി ഈ മൗനം നമ്മൾ ഓൾറെഡി പ്രയത്നിച്ചാൽ, അതായത് ഒരുമാതിരി നമ്മളതിനെ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് മാറാൻ പറ്റും. പക്ഷേ രണ്ടാമത് പറഞ്ഞ കാര്യം, ഈ തൃപ്തി എന്നുള്ള കാര്യം, നമ്മൾ ഇതെത്രമാത്രം നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റി തെറ്റാണെന്ന് നമുക്ക് ചിലപ്പോൾ ബോധ്യം വരില്ല. അതാണ് എൻ്റെ ഒരു വലിയൊരു പ്രശ്നം. നമ്മൾ ചെയ്യുന്ന കാര്യം തെറ്റാണെന്നുള്ള ഒരു കാര്യം നമുക്ക് ബോധ്യം വന്നാലല്ലേ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ തെറ്റാണെന്ന് നമുക്കത് ഉള്ളിൽ ബോധ്യം വരാത്തോടത്തോളം കാലം നമ്മളിതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. തെറ്റാണെന്ന് നമുക്ക് ബോധ്യം വരില്ല ശരിക്കും പറഞ്ഞാൽ. അതൊരു വലിയൊരു പ്രശ്നമാണ്. തെറ്റാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ തെറ്റാണെന്ന് ബോധ്യം വരണം. യേശുക്രിസ്തു തൃപ്തിയില്ലായ്മയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, നമ്മളറിയാതെയുള്ള പ്രാർത്ഥനയാണ്. യേശുക്രിസ്തു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം, യേശുക്രിസ്തു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അതിനകത്തൊരു വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, അന്നുള്ള ആഹാരം നമുക്ക് തരണമേ. ആ ഒരു കാര്യമല്ലാതെ ദൈവം ഒരു ഭൗതികമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. ഒരു 6 കാര്യം അല്ലെങ്കിൽ 7 കാര്യം കണ്ട് ആ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. എനിക്ക് 6 കാര്യമാണ് തോന്നുന്നു.
അതെല്ലാം ആത്മീയ തലത്തിലുള്ള പ്രാർത്ഥനയാണ് പറയുന്നത് ശരിക്കും. നമ്മളിതെല്ലാം കളഞ്ഞിട്ട് ഈ ഒരു കാര്യം ആത്മീയതത്തിലേക്കും ബാക്കിയെല്ലാം ഭൗതികതയിലേക്കും മാറിപ്പോയി. ശരിക്കും തല തിരിഞ്ഞു പോയി. എൻ്റെ പ്രാർത്ഥനയൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ ഉപവസിച്ചതും അല്ലെങ്കിൽ കൂടുതൽ കണ്ണുനീർ ഒഴുക്കിയതും എൻ്റെ ആത്മീയ രക്ഷയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ തെറ്റുകളെ മാറുവാനോ വേണ്ടിയല്ല. ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം എനിക്ക് വീട് കിട്ടാനും അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാറ് കിട്ടാനും അല്ലെങ്കിൽ അങ്ങനെ കുറേ ഇവിടെ ജീവിക്കാൻ എന്തൊക്കെ വേണോ അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അല്ലെങ്കിൽ വിസ ഒന്നുകൂടി പെട്ടെന്ന് കിട്ടണം. അതൊക്കെയാണ് എൻ്റെ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അത് അപ്പാടെ മാറ്റണം. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ മനസ്സിലായ ഒരു കാര്യം, മുൻപേ നിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാൻ ദൈവം പറഞ്ഞത് സിമ്പിളായ വാക്യമാണ് ശരിക്കും. നമ്മൾ മനസ്സിലാക്കണില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഭൗതികം അന്വേഷിച്ചിട്ടാണ് മറ്റത് വേണമെങ്കിൽ പുറകെ വരട്ടെ, അത് പുറകെ വന്നോളും. തിരിഞ്ഞുപോയി പ്രാർത്ഥനയുടെയും അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെയും ഒക്കെ ഇതെല്ലാം തിരിഞ്ഞുപോയി. എൻ്റെ ചെറുപ്പത്തിലുള്ള അതായത് ഈ ആഗ്രഹം, അതിനെ ഒരു സൈഡിൽ നോക്കിയാൽ നമ്മുടെ ഈ ആഗ്രഹത്തെ മാനിക്കുന്നതാണ് ദൈവം. അത് ഓക്കെ. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹമാണോ അത് അത്യാഗ്രഹമാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. എന്നെ സംബന്ധിച്ച് ഈ ആഗ്രഹം പലരുടെയും ജീവിതത്തിൽ ആരംഭിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു വീടില്ലാത്ത കുടുംബത്തിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ അവൻ്റെ ആഗ്രഹം ഒരു വീട് പണിയുക അല്ലെങ്കിൽ വീട് എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക. അത് ആഗ്രഹത്തെ എന്താ പറയുക, തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു വീട് കിട്ടിയതിന് ശേഷം രണ്ടാമതൊരു വീടിന് വേണ്ടി ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ആഗ്രഹം എന്ന് പറയാൻ പറ്റുമോ? അതിന് തീർച്ചയായും അത്യാഗ്രഹം എന്നേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു കാഴ്ചപ്പാട് അത്യാഗ്രഹമാണ്. അപ്പോൾ ഇല്ലാത്തതിന് ദൈവം തരും. ഫിലിപ്പിയർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫിലിപ്പിയർ 4:6 എനിക്ക് തോന്നണേ. നമ്മുടെ കാര്യങ്ങൾ സ്തോത്രത്തോടും, ഞാൻ വാക്യെടുത്ത് എനിക്ക് എത്ര നോക്കട്ടെ, ഒരു മിനിറ്റ്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുകയാണ് പറഞ്ഞേക്കണേ. അതായത് അത് ശരിക്കും പറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയേ വേണ്ട. നമ്മുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ എനിക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ അത് ദൈവത്തിന് മുന്നേ അറിയാം. നമുക്ക് ഇന്ന സമയത്ത് ഇന്നത് വേണം എന്നുള്ളത് ദൈവത്തിന് മുന്നേ അറിയാം. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവത്തെ ഒന്ന് അറിയിക്കണം. ദൈവമേ, അതാണ് ദൈവം പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഉപവസിച്ച് നമ്മൾ കരയാൻ പറഞ്ഞേക്കണം. നമ്മളെയും നമ്മുടെ മക്കളെക്കുറിച്ചാണ് ദൈവം കരയാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ കരയുന്നത് എങ്ങനെയെങ്കിലും ആ വിസ ഒന്ന് അടിച്ച് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇതെന്താ വിസ വരാത്ത. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യമാണ് ഈ പറയണേ. അല്ലെങ്കിൽ എനിക്ക് മാത്രമേ എന്താ ചെറിയ വീട്, അല്ലെങ്കിൽ എനിക്ക് മാത്രമേ വണ്ടിയില്ലാത്ത, എനിക്ക് മാത്രമേ ഇതില്ലാത്ത, അങ്ങനെ കുറേ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഇത് ദൈവം തക്ക സമയത്ത് തരും. ഇന്ന് ഞാൻ ഇടയ്ക്ക് അതിനെക്കുറിച്ച് പുറയിലേക്ക് ചിന്തിക്കുമ്പോൾ ഉള്ള കാര്യം, എൻ്റെ പ്രാർത്ഥനകളെല്ലാം ഞാനൊരു 5 പൈസ എൻ്റെ ചെറുപ്പത്തിൽ മുതലേ ഈ വീട് ചെറുതായതുകൊണ്ട് സ്ഥലം കുറവായതുകൊണ്ട് എൻ്റെ ചെറുപ്പത്തിലുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലം മേടിക്കണം, പെര പണിയണം, കുറച്ചുകൂടി ഒരു കാറ് മേടിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. തെറ്റാണോ ശരിയാണെന്ന് എനിക്കറിയില്ല. പന്തക്കോസിലേക്ക് വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും ₹1 ആർക്കും കൊടുക്കില്ല, കടം കൊടുക്കില്ല. ഇതിങ്ങനെ സ്വരുക്കൂട്ടി വയ്ക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു ഒരു ആദ്യകാല സമയങ്ങളിൽ. അത് ഞാൻ ജോലി എടുത്ത സമയങ്ങളിലൊക്കെ, അതായത് 4000 രൂപ ശമ്പളം കിട്ടുന്ന സമയത്ത് കറക്റ്റായിട്ട് ദശാംശം കൊടുക്കും. അങ്ങനെയൊക്കെ പിന്നെ ആയപ്പോൾ ഈ പൈസയുടെ നമ്മുടെ ശമ്പളത്തിൻ്റെ വലിപ്പം കൂടിയപ്പോൾ ഇതും കൊടുക്കാനുള്ള ഒരു ഇത്രയും കൊടുക്കണോ, അല്ലെങ്കിൽ അത്രയും കൊടുത്താൽ അത്രയും സഭയ്ക്ക് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ ചിന്ത വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ശമ്പളമാണെങ്കിൽ ആ 4000-ൽ നിന്ന് 1000 അല്ലെങ്കിൽ 500-100 കൊടുക്കണമെങ്കിൽ നമുക്ക് അത്ര പ്രശ്നമില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് നല്ല ശമ്പളമുണ്ട്, ദൈവം സഹായിച്ച്. അപ്പോൾ ഇതിൽ നിന്ന് എത്ര രൂപ അങ്ങനെ കൊടുക്കാൻ പറ്റും, അതങ്ങനെ കൊടുത്താൽ അത് ശരിയാവും, അത്രയും പൈസ സഭയ്ക്ക് വേണം എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഓടിയിട്ടുള്ള സമയങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ജീവിതം അപ്പാടെ മാറ്റിയൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരു ഫ്രണ്ട് വളരെ സാധുവായ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ഹിന്ദുവാണ്. ക്രിസ്ത്യൻസിനെയൊക്കെ പല യോഗങ്ങളിൽ ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടക്കാലം കൊണ്ട് അവനെ ഈ സമയങ്ങൾ കാണാൻ എനിക്കിടയായി. അതായത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് കുറച്ച് ആളുകൾ കാണാൻ പറ്റാതിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സായി, ഇടയ്ക്ക് വിളിക്കും. അതിലേക്ക് ജസ്റ്റ് ഒന്ന് അവനെ കാണാനൊക്കെ സംസാരിക്കാനൊക്കെ ഇടയായി. അപ്പോൾ ഇവൻ എൻ്റെ കുറച്ച് അങ്ങനെ ആ ഒരു ബന്ധത്തിന് എന്നോടൊരു 1000 രൂപ കടം മേടിച്ചു.
വെറും 1000 രൂപ, ജസ്റ്റ് ഒരു 1000 രൂപ. അന്ന് എനിക്കൊരു 4500 ശമ്പളം ഉള്ളൂ. 1000 രൂപ എന്നോട് ഒന്ന് കടം മേടിച്ച് എനിക്ക് അമ്മയ്ക്ക് സുഖമില്ല, കുറച്ച് പൈസ ഒന്ന് സഹായിക്കും, ഞാൻ അത് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരു കുറച്ച് നാൾക്ക് ശേഷം ഞാനത് അവൻ തരാമെന്ന് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു. അത് കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഞാൻ അവനോട് അത് പല പ്രാവശ്യം ചോദിച്ചു. പിന്നെ എനിക്ക് അവനോട് ചോദിക്കാനുള്ള മാനസികസ്ഥിതി വന്നില്ല. കാരണം അവനോട് ദേഷ്യമായി. അവനെ പൈസ തിരിച്ചു തരാത്ത എന്താണ്, അല്ലെങ്കിൽ നമ്മളും ഇങ്ങനെ പൈസ ഇല്ലാത്തവരല്ലേ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ചുകൂടി അവനോട് എനിക്ക് ദേഷ്യം ഉണ്ടായി. കുറച്ച് നാൾക്ക് ശേഷം ഇതിങ്ങനെ മുന്നോട്ട് പോയി. അവിടെ ദേഷ്യം കൂടി, അവനെ നമുക്ക് വെറുപ്പായി മാറി. പിന്നെ അവനെ വിളിക്കാണ്ടായി. ഒരു സുപ്രഭാതത്തിൽ അവൻ്റെ അമ്മ മരിച്ചു എന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കൊരു അറിവുണ്ടായി. ഞാനത് എന്നെ ഒരാളെ വിളിച്ചറിയിച്ചു. അപ്പോൾ ഞാൻ എന്നെ കാണാൻ ചെന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ വീട്, അതായത് ഒരു ഹോളോ ബ്രിക്സൊക്കെ വെച്ച് ശരിക്കും ഒരു ചെറിയ ഷീറ്റൊക്കെ ഇട്ട്, ഒരു മുറി, ഒരു അടുക്കള, ഒരു ബാത്റൂം എന്നുള്ള ചെറിയൊരു വീട്. അപ്പോൾ അവൻ അന്ന് നല്ല പ്രായം, എന്നെക്കാളും സീനിയറാണ് ആൾ. കല്യാണം കഴിക്കേണ്ട പ്രായമായി പുള്ളി. കല്യാണം കഴിച്ചിട്ടില്ല. ഒരു അനിയനുണ്ട്. അനിയൻ ഒരു രോഗിയാണ്. ഇവനിങ്ങനെ രണ്ടുപേരും സംരക്ഷിച്ചിങ്ങനെ പോകുന്നു. അപ്പോൾ എനിക്ക് മനസ്സിൽ തട്ടി, ഇത്രയും പ്രശ്നമായിരുന്നു എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോന്നു. രണ്ടാമത് ഞാൻ അവൻ്റെ അടുത്ത സുഹൃത്തുക്കളെ ബന്ധപ്പെട്ട് അവനോട് ചോദിച്ചു, അതിൻ്റെ പ്രശ്നം എന്തായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അമ്മയ്ക്ക് രോഗമായിരുന്നു, ഇതൊക്കെയാണ് പ്രശ്നം. അത് കഴിഞ്ഞ് ഞാൻ അവൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം ചെന്നു. അപ്പോൾ കിടക്കാൻ ചെന്നിട്ട് അവനോട് സംസാരിച്ചു. എനിക്കിങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല, പൈസ തരാമെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ അവനോട് പറഞ്ഞു, അവിടെ ഒരു കിടക്കാനേ ഒരു കട്ടിലില്ല, ഇരിക്കാനൊരു കസേരയില്ല, അല്ലെങ്കിൽ നല്ലതായിട്ട് ഒരു സാധനങ്ങളും അവിടെ ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വല്ലാത്ത പ്രഷർ അനുഭവപ്പെട്ടു. ദൈവമേ, ഞാൻ മനസ്സിൽ വിചാരിച്ചൊക്കെ തെറ്റായിപ്പോയി. തിരിച്ച് ഞാൻ വന്ന് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ്, ഒരു കട്ടിലും ഒരു കിടക്കയും 2 കസേരയും, അല്ലെങ്കിൽ ഒരു അലമാരി, ഒരു 10-20,000 രൂപ സാധനം എനിക്കത് മൊത്തം അന്ന് എനിക്ക് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ ഞാൻ എല്ലാവരുടെയും കുറച്ച് പൈസയൊക്കെ പിരിച്ച് ഞങ്ങളൊരു 3-4 പേരും കൂടി അവൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഒരു വാക്ക് എന്നെ വളരെ ശരിക്കും എൻ്റെ ജീവിതം തന്നെ അതങ്ങനെ ജീവിതത്തിൽ ഞാൻ ഈ സ്വരുക്കൂട്ടി വയ്ക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്ത അപ്പാടെ എൻ്റെ ജീവിതത്തിൽ മാറ്റിക്കളഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഓർമ്മയുള്ള നാളുകളിൽ ഈ കട്ടിലും കിടക്കയിലും ഞാൻ കിടന്നിട്ടില്ല നിങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിച്ചു, ദൈവമേ, ഞാൻ അവനെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിച്ചത്. അതായത് അവന് തരാൻ കഴിവില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ശരിക്കും ഈ ഭൂമി അങ്ങ് പിളർന്ന് പോട്ടെ എന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം അങ്ങനെയുള്ളവരുണ്ട് നമ്മുടെ ചുറ്റുപാടും. അതായത് അവൻ ജനിച്ചേ പിന്നെ ഒരു കട്ടിലേലോ കിടക്കയിലോ കിടന്നിട്ടില്ല. നമ്മളും കട്ടിലേലോ കിടക്കയിലൊക്കെ വലിയ ലാവിഷ്, അല്ലെങ്കിൽ നമ്മളങ്ങനെ ഒരു സുരക്ഷിതമായ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഒരു സുരക്ഷിതത്വമില്ല. അവൻ അനിയന് വേണ്ടി ജീവിക്കുന്നു, ഒരു പരാതിയില്ല അവർക്ക്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു വാക്ക് വളരെ പ്രയാസം തോന്നി. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് നമ്മുടെ ഈ നിയന്ത്രണം വിട്ടുപോയി. ഞാൻ പറഞ്ഞാൽ ഞാൻ അവനോട് എന്താ പറയുക, എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ ആ തെറ്റിന് ദൈവം ക്ഷമിച്ചോ എന്ന് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നീട് ഞാൻ ചിന്തിച്ചു, നമ്മളിങ്ങനെ സ്വരുക്കൂട്ടി, അല്ലെങ്കിൽ നമുക്ക് മക്കൾക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ ഇതൊന്നും ഒരു പ്രയോജനമാവാതിരുന്നാൽ ദൈവം കരുതിയാലുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ദൈവം മക്കൾക്ക് വേണ്ടി കരുതിയാലുള്ളൂ. നമ്മൾ കരുതുന്നതൊക്കെ വെറും എന്താ പറയുക, നമ്മൾ കരുതണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മളിങ്ങനെയുള്ളവരെ മറന്നു കളഞ്ഞിട്ട് നമ്മൾ കരുതിയാൽ അതൊരു ശാശ്വതമല്ല. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ വലിയ പരാജയമായിരിക്കും. അപ്പോൾ ഞാൻ പിന്നീട് അവൻ കല്യാണം കഴിച്ചു, സുഖമായിട്ട്. ഇന്ന് ഞങ്ങൾ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തെ അത് മാറ്റി. എൻ്റെ ഒരു സാഹചര്യം പറഞ്ഞാൽ അന്ന് തൊട്ട് ഞാൻ പറഞ്ഞാൽ കരുതും. പക്ഷേ ഇങ്ങനെയുള്ളവരെ ഒരു പുതപ്പ് മേടിക്കാൻ കഴിവില്ലാത്തവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഒരു പുതപ്പ് നിങ്ങൾക്കത് കേട്ടാൽ നിങ്ങൾ ഒരു കഥ പറയുന്നതല്ല. എൻ്റെ ഭാര്യ നേഴ്സിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു. ഡയാലിസിസ് സെൻ്ററാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത്.
അപ്പോൾ ഞാൻ 10 മണിക്ക് വരെ ഒരു ദിവസം ഒരു നൈറ്റിൽ ഞാൻ 10 മണിക്ക് ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്നെ വിളിച്ച് വരാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു പുതപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഈ രാത്രി ഞാനത് ഇത്രയും വലിയ തണുപ്പാണോ ഇനിയിപ്പോൾ വണ്ടിയിലിരുന്ന് പുതച്ച് ഇങ്ങോട്ട് പോരാനായിട്ട്, അത്രയും വലിയ തണുപ്പൊന്നുമില്ലല്ലോ, സ്വെറ്റർ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ എന്നോട് എത്ര മാത്രമേ ഉള്ളൂ, പുതപ്പ് അത്യാവശ്യമായിട്ട് കൊണ്ടുപോകണം, നല്ലതാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ രാത്രി 10 മണിക്ക് നമ്മൾ കടയിൽ പോയി പുതപ്പ് മേടിക്കാൻ പറ്റും. ഉള്ളതിൽ നല്ലത് എടുത്തുകൊണ്ട് വന്നു. വീട്ടിലുള്ള ഉള്ളതിൽ ഏറ്റവും നല്ലത്, നമ്മളധികം ഉപയോഗിക്കാത്തൊരു സാധനം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഡയാലിസിസ് ചെയ്യാൻ പറഞ്ഞ ഒരു അപ്പച്ചനും അമ്മച്ചും പുറത്തിരിപ്പുണ്ട്. ഒരു മകൾക്ക് ഡയാലിസിസ് ചെയ്യാണ്. നമ്മളെക്കാളും പ്രായം കുറഞ്ഞാൽ ഡയാലിസിസ് ചെയ്യുക ആഴ്ചയിൽ 4 ദിവസം. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഡയാലിസിസ് സെൻറ്ററിൽ AC ആണ്, എയർ കണ്ടീഷനാണ്. അപ്പോൾ ഈ ഭയങ്കര തണുപ്പാണ്. ഒരു 4 മണിക്കൂർ കിടന്നാണ് ഡയാലിസിസ് ചെയ്യണത്. അപ്പോൾ ഈ തണുപ്പത്ത് മകള് ഈ നമ്മൾ ധരിച്ചിരിക്കണ ഈ ഷാളൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവള് ചോദിച്ചു, ഒരു പുതപ്പില്ല, വീട്ടിൽ പുതപ്പില്ല, മൊത്തം കീറിയതാണ്, മേടിക്കാനുള്ള പൈസയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും ശരിക്കും പറഞ്ഞാൽ ഒരു ഉള്ളൊരവസ്ഥയാണ് ഈ പറഞ്ഞത്. ഒരു പുതപ്പ് മേടിക്കാനുള്ള അവസ്ഥയില്ലാത്തവരുണ്ട്. നമുക്കിത് എങ്ങനെ കാണാതിരിക്കാൻ കഴിയും? നമ്മൾ ഭയങ്കര ആത്മീയത, പരിവേഷം, ദശാംശം, എന്നിട്ട് നമ്മൾ ഇത് സഹായിക്കാതെ നമ്മൾ ദശാംശം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. എൻ്റെ മാത്രം ഒരു ചിന്തയാണ്. അതായത് ഇവരെ സഹായിക്കാതെ, ഇവരെ കണ്ടില്ല എന്ന് നടിച്ചിട്ട് നമ്മൾ സഭയിലോ അല്ലെങ്കിൽ ആത്മീയ കാര്യത്തിനൊരു ലക്ഷങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ദൈവം അത് കണക്കിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ ഇവരെ കാണിച്ചു തരുന്നത്, നമുക്കിപ്പോൾ ഒരാളുടെ പ്രശ്നം 100% ഒരാൾക്ക് പരിഹരിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന, അവർക്ക് ഒരു നേരത്തെ മരുന്നോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമോ കൊടുക്കാൻ സാധിച്ചെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെ. 1 രൂപ സഹായിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ തൃപ്തി, പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഈ തൃപ്തി ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഇന്നെനിക്ക് ഞാൻ അന്ന് പ്രാർത്ഥിക്കാത്ത കാര്യങ്ങളാണ് ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ എന്ന് ചിന്തിക്കാറുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങളാണ് ദൈവം ഏറ്റവും കൂടുതൽ. എനിക്കൊരു വീട് വേറെ വേണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. ദൈവം നല്ലൊരു വീട് ഞങ്ങൾക്ക് വീണ്ടും തന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടോ ഒന്നുമല്ല. ഒരു കാർ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം ശരിക്കും പ്രാർത്ഥിക്കാണ്ട് തന്നെ നമുക്കത് ഒരുക്കി തന്നു. ഇതൊന്നും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതല്ല. പക്ഷേ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പ്രാർത്ഥിച്ച കാര്യങ്ങൾ വെരി റോങ് ആണ്. ശരിക്കും പറഞ്ഞാൽ വളരെ റോങ്ങായ കാര്യങ്ങളാണ് ഞാൻ പ്രാർത്ഥിച്ചേക്കണേ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവത്തെ അറിയിക്കാൻ പറഞ്ഞേക്കണ കാര്യം നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണ്ട. ദൈവത്തെ അറിയിച്ച ആ സമയത്ത് ദൈവം തരും. നമ്മളത് ഈ ഓവർകം ചെയ്ത് അതിനെ കീഴ്പ്പെടുത്താൻ നോക്കുമ്പോഴാണ് നമ്മൾ പല കുഴിയിലും ചെന്ന് ചാടുന്നത്. ശരിക്കും ഞാൻ ചെന്ന് ചാടിയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ ഒരിക്കലും നമ്മൾ ദൈവേഷ്ടം എന്നാന്ന് തിരിച്ചറിയുക. തൃപ്തിയുള്ളൊരു ജീവിതം ഉണ്ടെങ്കിൽ, അവൻ്റെ ആ ഒരു വാക്ക് ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിനെ ഇന്നും ഇങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട്. അവനൊരു പരാതിയില്ല. പക്ഷെ നമുക്കുണ്ടായിട്ടും ദൈവത്തോട് പരാതിയാണ്. എനിക്ക് ഇന്നതില്ല എന്ന് പറഞ്ഞ് ഇല്ല എന്നുള്ള പരാതി മാത്രമേ ഉള്ളൂ. ഉണ്ടെന്ന് ദൈവത്തെ എനിക്ക് ഇത് കിട്ടിയതിൽ സന്തോഷിക്കുന്നവരും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടാവാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോഴൊക്കെയാണ് അതിനെക്കുറിച്ച് ഒരു ബോധ്യം തന്നെ. ദൈവമേ, ഞാൻ എന്തൊക്കെ പ്രാർത്ഥനകളെ പ്രാർത്ഥിച്ച്, എൻ്റെ പ്രാർത്ഥന എല്ലാം റോങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ചിന്തിക്കാറുണ്ട്, ഭയങ്കര വേദനിക്കാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റുപാടുകളെയൊക്കെ നോക്കി എല്ലാം അത് കണ്ടിട്ട് വേണം നമ്മൾ. അപ്പോൾ നമ്മളപ്പോൾ അന്നോടുകൂടി എൻ്റെ ഒരു നമ്മൾ ഈ ഒരുപാട് സേവ് ചെയ്യണതും അതൊക്കെ എന്നിൽ മാറി. ദൈവം നമ്മുടെ സമയത്ത് ദൈവം നടത്തി തരും. അത് 100% ഉറപ്പാണ്. നാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മകൻ്റെ പഠിത്തമോ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ കല്യാണമോ ഇതൊക്കെ വന്നാലും ദൈവം ആ സമയത്ത് അതെല്ലാം നടത്തും. അത് തീർച്ചയാണ്. നമ്മൾ വിചാരിക്കും ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടല്ല അതൊന്നും നടക്കുന്നത്. ദൈവം നമുക്ക് ഇപ്പോൾ നമുക്ക് മക്കളെ തന്നതും അല്ലെങ്കിൽ നമുക്കൊരു വിവാഹ ജീവിതം തന്നതും അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ തന്നതൊക്കെ ദൈവം തന്നതാണ്, നമ്മുടെ പ്രയത്നം കൊണ്ടോ. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ കുറച്ച് നാൾ ഗൾഫിൽ ജോലി ചെയ്യാനിടയായി, ദുബായിൽ. അപ്പോൾ എൻ്റെ റൂംമേറ്റായിരുന്നു. വർഷങ്ങളായി ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചതാണ്. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്രിസ്ത്യാനിയായ, അതായത് പെന്തക്കോസ്തിലേക്ക് വന്ന ഒരാളാണ്. ഒരു തൃശ്ശൂരുകാരാണ്. അപ്പോൾ ഈ ആത്മാർത്ഥത എന്തുകൊണ്ട് 2 വർഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിലാണ് താമസിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ വിസ തീർന്നപ്പോൾ ഞാൻ തിരിച്ചു പോന്നു. പുള്ളി അവിടെ തന്നെ നിന്നു. പുള്ളി 14 വർഷമായിട്ട് പുള്ളിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അതായത് 14 വർഷമായിട്ട് പുള്ളി കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഞാൻ പോരുന്ന സമയത്ത്
അവൻ ഇതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്ന് യോഗത്തിന് പോകും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. നല്ലൊരു ആളായിരുന്നു. വ്യക്തിപരമായിട്ട് നമുക്ക് അറിയാമായിരുന്നു. ഞാൻ നാട്ടിൽ പോകുന്നു, തിരിച്ച് നാട്ടിലേക്ക് വന്നു. ആ സമയത്താണ് പുള്ളിക്കൊരു കുഞ്ഞുണ്ടായി. 3 മാസമായിരുന്നുള്ളൂ. ഒരു പെൺകുഞ്ഞുണ്ടായി. അപ്പോൾ അവനെ കുഞ്ഞിനെ നേരിട്ട് കണ്ടിട്ടില്ല. 3 മാസത്തിന് വിസ അവൻ വീണ്ടും പുതുക്കി തിരിച്ച് കുഞ്ഞിനെ കാണാനായിട്ട്, അതായത് 3 മാസം 14 വർഷം കഴിഞ്ഞ് ഉണ്ടാവുന്ന ഒരു കുഞ്ഞാണ്. നാട്ടിലേക്ക് പോരാനിരിക്കുമ്പോൾ അവിടെ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അതായത് അവൻ നിർത്തിയിട്ട വണ്ടിയിലേക്ക് ഒരു വണ്ടി വന്നിടിച്ച് അവൻ ഈ ലോകത്തിനോട് മാറ്റപ്പെട്ടു. എനിക്ക് ആ വാർത്ത കേട്ടപ്പോൾ ഒരു ദിവസമല്ല, ഒരാഴ്ച എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. ഞാൻ അതിൽ നിന്ന് എന്താ പറയുക, ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്ത് നിനക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് ഇതൊക്കെ ആലോ, അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ ഒരു അപമാനമായല്ലോ. അവിടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഭയങ്കര സാക്ഷികൾ, അതായത് അവന് പലപ്പോഴും സുവിശേഷം അറിയിക്കാനൊക്കെ പോകുന്ന ഒരാളാണ് അവിടെ ആ സ്ഥലത്ത്. അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ ദൈവമേ. അത് ആ കുഞ്ഞിനൊന്ന് കാണാനുള്ളൊരു അവസരം അവന് ദൈവം കൊടുത്തില്ല. അപ്പോൾ ദൈവത്തോടൊക്കെ എനിക്ക് അപ്പോൾ നമ്മൾ കരുതുന്നതല്ല ദൈവം, ആ കുഞ്ഞിന് ദൈവം കരുതും. അതായത് ദൈവത്തിൻ്റെ തീരുമാനം എന്നാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണില്ല ശരിക്കും. അപ്പോൾ ഞാൻ ആ ബോഡി എന്നോട് പറഞ്ഞു, ബോഡി മേടിക്കാൻ എയർപോർട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ദൈവത്തോട് ദേഷ്യം തോന്നിയ ഒരു സമയമുണ്ടല്ലോ. ദൈവം എന്താ ഇങ്ങനെ ചെയ്യണേ? ആ കുഞ്ഞിനൊന്ന്, അവന് 14 വർഷമായിട്ട് അവൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോൾ ആ പെട്ടിയിൽ കുഞ്ഞിന് കളിക്കാനുള്ള കളിപ്പാട്ടമൊക്കെ അവൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ഡ്രസ്സ്, അല്ലെങ്കിൽ പൗഡർ, അങ്ങനെയുള്ള സാധനങ്ങൾ കുഞ്ഞിന് അത്രയും എന്താ പറയുക, ഒരു ഉത്സാഹമായിരുന്നു അതിനെ കാണാനും. പക്ഷെ അതിനെ കാണാൻ പറ്റിയില്ല. വളരെ സങ്കടം തോന്നി എനിക്ക്. അപ്പോൾ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അത് ദൈവം നടപ്പിലാക്കും. അപ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ കൈകൂപ്പുക അല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ അവൻ കരുതിയതൊന്നും എന്താ പറയുക, അതൊരു കരുതലാണെങ്കിൽ തന്നെയും ദൈവം കരുതിയാലുള്ളൂ. ആ കുഞ്ഞിനെ ദൈവം നോക്കും. അതല്ലാതെ നമുക്ക് അതിനകത്ത് ആശ്വസിക്കാൻ വേറെ വകയില്ല. അപ്പോൾ നമ്മളെ അടിയുറച്ച് വിശ്വസിക്കാൻ നമ്മുടെ ഈ മൗനവും, അല്ലെങ്കിൽ മൗനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ എൻ്റെ വിഷയം മൗനവും, അത് തൃപ്തിയില്ലായ്മയാണ്. തൃപ്തിയില്ലായ്മയെക്കുറിച്ച് ഞാൻ ഒരുപാട് പറയാനൊന്നും എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ തൃപ്തിയോടുള്ളൊരു ജീവിതം ഉണ്ടെങ്കിൽ ജീവിതം വളരെ ഹാപ്പി ആയിരിക്കും. നമ്മൾ ഇന്നത് മതി, അല്ലെങ്കിൽ ഉണ്ണാനും ഉടുപ്പാനുണ്ടെങ്കിൽ, ഇതൊക്കെ ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളതിന് തൃപ്തരല്ല. ഇപ്പോഴും ഞാൻ 100% കറക്റ്റല്ല. പക്ഷേ ഒരുപക്ഷെ ഞാൻ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ചിന്ത വന്നിട്ട് ഞാൻ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ആ പ്രാർത്ഥനകളെല്ലാം റോങ് ആയിരുന്നു. സമയത്ത് ദൈവം തരും എന്നങ്ങ് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ച് ഇതിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ തൃപ്തിയില്ലായ്മയാണ് പലപ്പോഴും നമ്മളെ കുഴി കൊണ്ട് ചാടിക്കണേ. ഇന്നത് വേണം, അല്ലെങ്കിൽ ഒരു കാറുള്ളവൻ ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ല, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ആദ്യം ഞാനൊരു 800 മേടിച്ചു. അപ്പോൾ എനിക്ക് തോന്നി 800 പോരാ, അപ്പോൾ നമുക്കൊരു വാഗണറിലേക്ക് എത്തി. അത് കഴിയുമ്പോൾ എനിക്ക് ആദ്യം 800 നിന്ന് സെന്നിലേക്ക് എത്തി, സെന്നിൽ നിന്ന് വാഗണറിലേക്ക് എത്തി, വാഗണറിൽ നിന്ന് സ്വിഫ്റ്റിലേക്ക് എത്തി. അപ്പോൾ അത് ദൈവം അങ്ങ് തന്നതാണ്, പ്രാർത്ഥിച്ചതല്ല. അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. ദൈവം ആ സമയത്ത് നമുക്ക് അങ്ങ് അപ്ഡേഷൻ തന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 1000 രൂപയുടെ വാച്ച് കിട്ടിയാലും 10 ലക്ഷം രൂപയുടെ വാച്ച് കിട്ടിയാലും സമയമൊക്കെ ഒന്ന് തന്നെയാണ്. അതായത് സമയം കറക്റ്റാണ്, അതിൽ സമയത്തിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അതിലൊരു തൃപ്തി നമുക്കുണ്ടെങ്കിൽ അത് മതി. ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ തൃപ്തിക്ക് വേണ്ടി ഞാൻ ഇന്നും പ്രാർത്ഥിക്കുകയാണ്. ശരിക്കും എൻ്റെ മൗനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു പ്രശ്നങ്ങളിൽ ചെന്ന് അതൊക്കെ കുറച്ചും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റി, ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ, നമ്മുടെ കുറവ് എന്നാണെന്ന് നമുക്ക് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം അതിൽ വിജയകരമാണ്, നമ്മൾ തുടങ്ങിയ അവസ്ഥയിലാണോ ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത് അവസാനിക്കുമ്പോൾ നമ്മൾ ഏതവസ്ഥയിലാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേജിലാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചു വരിക. നമുക്കിനി സമയമില്ല ശരിക്കും നമ്മുടെ ജീവിതത്തിൽ. ഇനി ഇപ്പോൾ എനിക്ക് ജീവിതത്തിൻ്റെ പകുതിയായി. ഇനി ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കുറച്ച് ദിവസം കൂടി ഉള്ളൂ എന്നുള്ള രീതിയിലായി നമ്മുടെ ജീവിതമൊക്കെ. അപ്പോൾ നമ്മൾ കരുതുന്നതും ഇവരെയും കൂടെ കരുതി നമ്മൾ മാത്രമായി ജീവിക്കുന്ന ലോകമാവാതെ നമ്മുടെ സമൂഹത്തിനെയും നമ്മുടെ സഭയിലുള്ളവരെയൊക്കെ നമ്മൾ ഓർത്ത് അവരുടെ വിഷമങ്ങളിലൊക്കെ നമ്മൾ ഇടപെട്ട്
അവർക്കും ഒരു അതാ ഞാൻ ആദ്യം പറഞ്ഞതുമാതിരി ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ ചെറിയൊരു കാര്യത്തിൽ നമ്മൾ ഇടപെട്ട, അതായത് ചെറിയൊരു പ്രശ്നം തീർത്താൽ അതവന് ആശ്വാസമാണെങ്കിൽ അത് നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മൾ കരുതുന്നതൊക്കെ, ഞാൻ കരുതുന്നത്, അതായത് നമ്മൾ സേവ് ചെയ്യുന്നതും തെറ്റാണെന്നല്ല പറയുന്നത്. ഇവരെ കാണാണ്ട് നമ്മൾ കരുതുന്നത് വളരെ അതായത് നമ്മുടെ കയ്യിൽ ഇത്രയും എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും സാഹചര്യമുണ്ട്, എന്നിട്ട് നമ്മളത് കരുതാതെ അവരെ സഹായിക്കാൻ നമ്മൾ കരുതുമ്പോൾ ദൈവത്തിന് മുമ്പിൽ അത് ഒരു കളവാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അവരെ കരുതിക്കൊണ്ട് മുന്നോട്ട് പോവുക. എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എന്നെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെ നമ്മുടെ മീറ്റിംഗ് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ആര് വരാതിരുന്നാലും വന്നാലും നമ്മുടെ മീറ്റിംഗ് മുന്നോട്ട് പോകും. കഴിഞ്ഞ മീറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഡ്യൂട്ടി സമയം മാറിക്കൊണ്ടാണ് എനിക്ക് കയറാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നീട് നമുക്കത് മുന്നോട്ട് പോകുന്തോറും ഒരുപാട് പേര് സംസാരിക്കണം. നമ്മൾ ആരും വലിയ വചനമെന്നോ അല്ലെങ്കിൽ ഒരു വലിയ ഗ്രാഹ്യമായ വചനം പഠിച്ചൊന്നും നമ്മുടെ അനുഭവം മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഇത് അറിയാൻ പറ്റും നമ്മൾ ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നന്ദി. എല്ലാവരും പ്രാർത്ഥിക്കുക. എനിക്ക് നിങ്ങളോടുള്ള പ്രാർത്ഥന, ഞാൻ ഈ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. നമ്മളെപ്പോഴും തെറ്റിപ്പോവാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. കാരണം നമ്മുടെ ലോകം അതാണ്. നമ്മുടെ ഈ ലോകത്തിൻ്റെ ഒരു, അതായത് പിശാച് വലിയ തന്ത്രജ്ഞനാണെന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ ചെറിയ കാര്യത്തിൽ മാറ്റി ഈ ചെറിയ തെറ്റുകളെ നമ്മളങ്ങ് സ്വാധീകരിച്ച് കളയും. അതായത് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ 5 മണിക്ക് എണീക്കൽ, അല്ലെങ്കിൽ രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്നില്ല, പക്ഷേ അതിനെയൊക്കെ അങ്ങ് സാധൂകരിച്ച് കളഞ്ഞു പിശാച്. തന്ത്രമാണ് പിശാചിൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് നമ്മളെ അങ്ങ് വലിച്ച് കുഴിയിലേക്ക് ചാടിക്കില്ല. അതായത് എല്ലാ കാര്യത്തിനും ചെറിയ കാര്യത്തിൽ മാറ്റി വലിയ കാര്യത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ പിശാചിൻ്റെ ഒരു തന്ത്രം അതാണ് ശരിക്കും. അപ്പോൾ ആ തന്ത്രങ്ങളെ മനസ്സിലാക്കി ദൈവത്തിന് നമ്മൾ കീഴ്പ്പെട്ട് നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതല്ലാതെ ക്രിസ്ത്യ ജീവിതം വിജയകരമാവാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു മടങ്ങിവരവ് ആവശ്യമാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ മടങ്ങി വന്നേ പറ്റൂ. മടങ്ങി വരിക. വീണ്ടും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.